മുഗളന്മാരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നവരാണെങ്കിലും ഇങ്ങോട്ട് വന്ന ശേഷം അവർ ഇവിടെ തന്നെ ജീവിച്ച് ഇവിടുത്തെ ജനങ്ങളെ പൗരന്മാരായി കണ്ട് ഇവിടുത്തെ പൗരന്മാരുടെ വികസന ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത പദ്ധതികൾ ഉണ്ടാക്കി ഇവിടെ തന്നെ ജീവിച്ച് മരിച്ചവരാണ്. അഥവാ അവർ വന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല, അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചും പോയില്ല. ഒരു സ്വത്തും വിദേശത്തേക്ക് കടത്തുക എന്നൊരു പരിപാടി, അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് കടത്തി കൊണ്ടുപോവുക, വിഭവങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മുഗൾ ഭരണകൂടത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് മുഴുവൻ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന ഒന്നാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ നേരെ തിരിച്ചായിരുന്നു. അവർ ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഇവിടുന്ന് പരമാവധി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു. നമ്മൾ തന്നെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിന്, വ്യവസായിക വിപ്ലവത്തിന് മൂലധനമായി ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ വിഭവങ്ങളാണെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും മുഗളന്മാർക്ക് ഉണ്ടായിട്ടില്ല. രണ്ടാമത് മുഗൾ ഭരണകൂടവും ബ്രിട്ടീഷുകാരും തമ്മിൽ വ്യത്യാസം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന സന്ദർഭങ്ങളെല്ലാം അവരുടെ കൂടെ മിഷണറി പ്രവർത്തകരുണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് വിഭവങ്ങൾ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ അവിടെ നിന്ന് ക്രിസ്തു മതവും യൂറോപ്യൻ ജ്ഞാനശാസ്ത്രവും വീക്ഷണങ്ങളും ഒക്കെ ഇവിടെ പഠിപ്പിക്കുക, ഇവിടെ പ്രചരിപ്പിക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ കടന്നു വന്ന മിഷണറിമാർക്ക് ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, പള്ളികൾ ഉണ്ടാക്കാൻ, അവിടെ ചർച്ചകൾ ഉണ്ടാക്കാൻ, അതുപോലെ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ, മറ്റേ സ്കൂളുകൾ, പള്ളിക്കൂടം എന്ന പേര് തന്നെ, പള്ളിയോടൊപ്പം ഉണ്ടാകുന്ന പള്ളിക്കൂടം, ഇത് രണ്ടും ഉണ്ടാക്കാൻ യഥേഷ്ടം ഭൂമി ബ്രിട്ടീഷുകാർ പതിച്ചു നൽകുകയാണ് ചെയ്തത്. ഇനി ഇവിടെ ബ്രിട്ടീഷുകാർ കടന്നു വരുമ്പോഴും ക്രിസ്ത്യൻ സഭകളും വിശ്വാസികളും ഉണ്ടായിരുന്നു. അവരെയും കൂടെ നിർത്താൻ വേണ്ടി അവർക്കും യഥേഷ്ടം ഭൂമി അവർ പതിച്ചു നൽകി. ഇതൊക്കെ ചരിത്രത്തിൽ ഉള്ള ഒന്നാണ്, നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുഗളന്മാർക്ക് ഒരിക്കലും ഇങ്ങനെ മതപരമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഒന്ന്, മുഗളന്മാരുടെ ജീവിതം തന്നെ അങ്ങനെ ഒരു പൂർണ്ണ മതകീയമായിരുന്നില്ല. അവരിവിടെ ലയിച്ച് ഇവിടുത്തെ സംസ്കാരങ്ങളും ഒക്കെ ചേർന്നിട്ടായിരുന്നു ജീവിച്ചത്. ഹിന്ദു രാജകുമാരിമാരെ ഒരുപാട് വിവാഹം ചെയ്ത മുഗൾ ചക്രവർത്തിമാരൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഹിന്ദു മുസ്ലിം സംസ്കാരം മിശ്രിതമായ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയ മുഗൾ രാജാക്കന്മാർ വരെ അതിന്റെ അകത്തുണ്ട്. അപ്പോൾ അവർക്കൊരിക്കലും ഇസ്ലാം മത പ്രചാരണം ലക്ഷ്യമായിരുന്നു. ഇപ്പൊ അങ്ങനെ ലക്ഷ്യമായിരുന്നെങ്കിൽ 8 നൂറ്റാണ്ട് ഇന്ത്യ മുസ്ലിം രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് കാണുന്ന മുസ്ലിം ജനസംഖ്യ അല്ല ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാവേണ്ടത്. അവർ മതപരമായ പ്രചാരണം നടത്തിയിരുന്നെങ്കിൽ അവർക്കത് ലക്ഷ്യമേ ആയിരുന്നില്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും 190 വർഷം കൊണ്ട് ബ്രിട്ടീഷുകാര് വ്യത്യസ്ത ക്രിസ്ത്യൻ സഭകൾക്കും ആരാധനകൾക്കുമായി 20 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മുഗളന്മാർ അതിന്റെ 10-1 പോലും, മുഗളന്മാർ 8 നൂറ്റാണ്ട് ഭരിച്ചിട്ട് പോലും മുഗളന്മാർ അതിന്റെ 10-1 ഭൂമി പോലും മുസ്ലിം ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.